ഹായ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കിച്ചൺ കമ്പോസ്റ്റ് വെച്ചിട്ട് സ്മെല്ലോ പുഴുവോ ഒന്നുമില്ലാതെ നല്ല നീറ്റായിട്ട് പൊടിഞ്ഞ കമ്പോസ്റ്റ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അടി ചെറുതായിട്ട് ഓട്ടയുള്ള ഒരു മൺകലമാണ് എടുത്തിട്ടുള്ളത്. ഓട്ടയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മൺകലമായതുകൊണ്ട് ഓട്ട ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വേറെ നമ്മൾ ഇപ്പോൾ അതുകൊണ്ട് വേറെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അടിയിലൊരു ഹോൾസൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് കുറച്ച് മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചിട്ടാൽ മതി, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉണങ്ങിയ ഇലയാണ്, കരിയില ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഉണങ്ങിയതായാൽ മതി. ഇപ്പോൾ ചകിരിച്ചോറിന് പകരമൊക്കെ നമുക്ക് ഈ കരിയില ഉപയോഗിക്കാം കേട്ടോ. ചകിരിച്ചോറ് ഇല്ലാത്തവർക്ക് നല്ല നീറ്റായിട്ട് കമ്പോസ്റ്റ് റെഡിയാക്കി എടുക്കാം. ഇനി അതിലേക്ക് ഞാനൊരു ശീമക്കൊന്നയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ അത് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു പച്ചില ഇട്ട് കൊടുത്താൽ മതി. വിത്തൊന്നും ഇടാതിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അതിലേക്ക് നമ്മുടെ ഈ കിച്ചൺ വേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കാം. ഞാൻ 2-3 ദിവസമായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചതാണ്, ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഡെയിലി അങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കലാണ്. ഇപ്പോൾ ഞാൻ ഇത് കിച്ചൺ വേസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അതിൻ്റെ അടിയിൽ പേപ്പറുകളൊക്കെ ഉണ്ട് കേട്ടോ. പേപ്പറൊക്കെ ഇടുന്നത് നല്ലതാണ്. പേപ്പറിലും ഒരു ചെടിക്ക് വളരാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ഇടരുത്, ഇടയിലൊക്കെ പേപ്പർ കഷ്ണങ്ങളും ഇട്ടാലും നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മളിതാ കിച്ചൺ വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പഴത്തൊലി ഇതൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് ആവണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് മെല്ലെ സാവധാനമായാലും മതി, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് കുറച്ചും കൂടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ലെയറായിട്ട് ഈ കലം ഫുള്ളാകുന്നത് വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വീണ്ടും കുറച്ചുകൂടെ കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ചും കൂടെ ഇല ഇട്ട് കൊടുക്കാം. നമുക്കിതിലെല്ലാ ഇതും ഇടാം കേട്ടോ. ഇറച്ചി മീനും ഇടാൻ പാടില്ല. ഇത് ചായപ്പൊടിയുടെ ഇതാണ് കേട്ടോ, തേയില വേസ്റ്റാണ്. ഞാൻ അതിൻ്റെ കൂട്ടത്തിലിടലാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടി തനിച്ചെടുത്ത് വെച്ചാണ്. ഇത് നമ്മൾ ചായ ഉണ്ടാക്കി കഴിയുമ്പോൾ കഴുകിയിടുന്നത് നല്ലതാണ്. അതിൽ മധുരം ഉണ്ടാകുമ്പോൾ ഇതിൽ ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ അതന്നെ കരിയിലയുടെ പൊടിയാണ് കേട്ടോ അടിയിൽ നിന്ന്. അത് പിന്നെ ഞാൻ മുട്ട തോട് പൊടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇങ്ങനെ താഴെ തട്ടിപ്പോയതാണ്. ശരി, എല്ലാം ചേർത്ത് ഇതിൽ വാരി വെച്ചതാണ്. മുട്ടത്തോടുണ്ടെങ്കിലൊക്കെ ഒന്ന് പൊടിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇറച്ചി മീനും ഇടാൻ പാടില്ല. ഇട്ടിട്ടുണ്ടെങ്കിൽ ഫുഡ് വേസ്റ്റ് അതെല്ലാം ഇട്ടാൽ പുഴു വരാനോ സ്മെല്ലടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പച്ചക്കറി വേസ്റ്റ് മാത്രം തനിച്ച് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ടുള്ള കമ്പോസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ മേലേക്ക് വീണ്ടും കുറച്ചുകൂടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിയില. പിന്നെ വീണ്ടും കുറച്ചുകൂടെ ശീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കതിൻ്റെ മേലെ കുറച്ചുകൂടെ ഈ മണ്ണ് ഞാനിപ്പോൾ പുറത്തുനിന്ന് പോയി എടുക്കാൻ മടിയായതുകൊണ്ട് ഇത് ഞാൻ ചെടി നട്ട് വെച്ച മണ്ണ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് ഇങ്ങനെ. പഴയ മണ്ണ് എടുത്തതാണ്, പുതിയ മണ്ണ് യൂസ് ചെയ്യുക. ഇനി അതിലേക്ക് ഞാൻ ഇതുപോലെ തൈരും ശർക്കരയും കലക്കി വെച്ചതാണ് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് വെച്ച് മൂടി വെക്കാം. ഞാനിപ്പോൾ ഒരു പഴയ ടൈൽസിൻ്റെ പൊട്ടാണ് വെച്ചിട്ടുള്ളത്. അതെടുത്തിട്ട് ഇതുപോലെ മൂടി വെച്ചാൽ നമുക്കൊരു 45 ദിവസമാകുമ്പോൾ ഇത് കമ്പോസ്റ്റായി റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊരു പഴയ പെട്ടിയിൽ ചെയ്തു വെച്ചതാണിത്. അപ്പോൾ നമുക്ക് വീട്ടിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കാം. അതിനായിട്ടൊരു പാത്രം ഒന്നും വേണമെന്നില്ല. ഇപ്പോൾ ഞാനൊരു പഴയ പെട്ടി ആവശ്യമില്ലാതെ കിടന്നതാണ്. അതിലിതുപോലെ കിച്ചൺ വേസ്റ്റും ഒക്കെ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഇനി നമുക്ക് പുതിയത് വേണമെങ്കിൽ എന്നാൽ പിന്നെ അത് റെഡിയായത് നമുക്ക് എടുത്ത് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇവിടെ കുറച്ച് അതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്കിവിടെ അതുപോലെ കലത്തിലിട്ട പോലെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ഈ കിച്ചൺ വേസ്റ്റ് ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ അടിയിൽ ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല വെള്ളം, ഈ പച്ചക്കറി വേസ്റ്റിലുള്ള വെള്ളം അതൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇല ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡ്രൈ ആയി കിട്ടും. ഇതിലിപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ നനവൊക്കെ ഉണ്ടാവുമല്ലോ, ചെയ്യാതെ നല്ല കമ്പോസ്റ്റായി റെഡിയായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ചെയ്ത്. ഇപ്പോൾ പച്ചക്കറി വേസ്റ്റ് ബാക്കിയുള്ളതെല്ലാം ഇതിൽ കൊട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഇല, കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മേലെ കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ കലക്കി വെച്ച ബാക്കിയുള്ള വെള്ളം ഇതിൻ്റെ മേലെ അങ്ങനെ ഒഴിച്ച് കൊടുത്ത് നന്നായി മൂടി വെച്ചാൽ ഇതും നമുക്ക് അതുപോലെ കമ്പോസ്റ്റായി കിട്ടും. അപ്പോൾ ഞാൻ കലത്തിൽ ഇങ്ങനെ ചെയ്ത് വെച്ച കമ്പോസ്റ്റാണിത് കേട്ടോ. കണ്ടില്ലേ, നല്ല പൊടിഞ്ഞ് നീറ്റായിട്ടുണ്ട്. ആ വെള്ള കളർ കാണുന്നത് മുട്ടത്തോടൊക്കെയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് ചെറുതാക്കി കൈ കൊണ്ട് പൊടിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ അത് അതിലേക്ക് കടന്ന് കമ്പോസ്റ്റ് ആയിക്കോളും. അത് നന്നായി പൊടിഞ്ഞ് ഇത് നമുക്ക് എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം നമ്മുടെ കിച്ചൺ വേസ്റ്റാണ്, വേറെ ഇതിൽ ഒന്നും കൂട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് എത്ര ഇട്ട് കൊടുത്താലും കൂടിപ്പോകില്ല, നല്ല വളമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ റംബുട്ടാൻ ചെടിയാണിത്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കൊത്തിയിട്ട് ഇതിൽ കുറച്ച് വളം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സൈഡൊക്കെ ഒന്ന് കൊത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. കൊത്തി മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടിട്ടാൽ അതിന് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വിറക് കത്തിച്ച ചാരം അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ അതിൻ്റെ ആ ഡസ്റ്റ്ബിൻ കിച്ചൺ വേസ്റ്റിൻ്റെ ഡപ്പിൽ തന്നെ ഇട്ട് കൊടുക്കലാണ് ചിലപ്പോഴൊക്കെ. ഇനി ഇതുപോലെ അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്, അസ്സലാമു അലൈക്കും.